അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. ഒരുപാട് രസകരവും സംഭവബഹുലവുമായ കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ നടമാടിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ട് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ രീതിയല്ലെങ്കിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല മതസംഘടനകളും അതിൻ്റെ ഭാഗവാക്കാവുന്നതും അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതും കാണുമ്പോൾ നമുക്ക് ചില വിഷയങ്ങൾ പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, കേരളത്തിൽ കാന്തപുരം വിഭാഗം രൂപം കൊണ്ടതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ UDF വിരുദ്ധ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാട്, അതായത് കമ്മ്യൂണിസ്റ്റ് അനുകൂല നിലപാടായിരുന്നു അവർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വീകരിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് തെളിയിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കാണിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച് നിർത്തിയിടത്തു നിന്നും തുടങ്ങാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ മതസംഘടനകൾക്കിടയിൽ ഏറ്റവും നാണവും മാനവും ഇല്ലാത്ത, ഉളുപ്പില്ലാത്ത, എന്നാൽ കണ്ടാമൃഗത്തെ പോലും തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള ഒരേ ഒരു വിഭാഗമാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മൊയ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന ആ വിഭാഗം. അതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നയനിലപാടുകൾക്കെതിരെ ആരാണോ ഇലക്ഷനിൽ ജയിച്ചു വരുന്നത്, പിന്നീട് ആ വിജയത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാനും അതിൻ്റെ പങ്കുപറ്റികളാകാനും ഇവർ യാതൊരു ലജ്ജയുമില്ലാതെ രംഗത്ത് വരാറുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇക്കൂട്ടർ LDF അനുകൂല നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നീട് വിജയികളുടെ കൂടെ നിന്ന് അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനും അവരുടെ പല വിഷയങ്ങളിലും അനാവശ്യമായി തലയിടാനും അതുവഴി പൊതുജന ശ്രദ്ധ നേടാനും ഇക്കൂട്ടർ യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം UDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഏകദേശം 10-12 ദിവസം എടുത്തു. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിലും തലയിട്ടുകൊണ്ട് UDFന്റെ മുഖ്യമന്ത്രി ഇന്ന ആളാകാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിന് കത്തയച്ച ഉളുപ്പില്ലാത്ത വർഗമാണ് കാന്തപുരം വിഭാഗം. ഇവിടെ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചർച്ചയിൽ 10-12 ദിവസം നീണ്ടുപോയപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഈ 3 പേരുകൾക്ക് ചുറ്റും കഴിഞ്ഞ 10-12 ദിവസമായി കേരള സമൂഹം വട്ടം കറങ്ങിയപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് KC വേണുഗോപാൽ അനുകൂല നിലപാട് സ്വീകരിച്ച് ഇവർ ഹൈക്കമാൻഡിന് കത്തയച്ചു എന്നാണ് ചാനലുകളിൽ വന്ന വാർത്ത. ആദ്യം ആ വാർത്ത ഒന്ന് കാണുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച സമസ്ത കാന്തപുരം വിഭാഗം പിന്തുണ അറിയിച്ച ഹൈക്കമാൻഡിന് കത്തയച്ചു. KC വേണുഗോപാൽ ദേശീയതലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ് എന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസരിയും പ്രതികരിച്ചു. ഒരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും AK ആന്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരത്തെ മത്സരിക്കാത്ത ആള് പിന്നീട് മുഖ്യമന്ത്രിയായി, അങ്ങനെ അവർ നാട് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളാണ്. കേന്ദ്ര തലത്തിൽ രാജ്യം ഒട്ടുക്കും സംഘടനയുടെ സെക്രട്ടറി ആയി നിന്നൊരാൾക്ക് സ്റ്റേറ്റ് നയിക്കാൻ എന്തായാലും കഴിയുമെന്ന കാര്യം ഉറപ്പാ. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, സമസ്തയ്ക്ക് ഇതിലെന്താ? സമസ്തയുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ചോദിച്ചോ? മാധു, വിവിധ സാമുദായിക സംഘടനകളും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഒരു സമ്മർദ്ദ ശക്തി എന്ന രീതിയിൽ സമസ്തയുടെ അഭിപ്രായം സമസ്ത ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്യമായി തന്നെ അത് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറല്ല. പക്ഷെ പരസ്യ പ്രസ്താവനയിൽ അവർ പറയുന്നത് KC വേണുഗോപാൽ വരുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം പരസ്യമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ 3 നേതാക്കന്മാരും കൊള്ളാവുന്ന നേതാക്കന്മാരാണ് എന്ന അഭിപ്രായം അദ്ദേഹം പരസ്യ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്നു. AK ആന്റണിയൊക്കെ നേരത്തെ ഇതേ രീതിയിൽ സമാനമായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെത്തി മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് MLA അല്ലാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം പറയുന്നു. ഒപ്പം അദ്ദേഹം 3 പേരെയും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ കാന്തപുരം സമസ്ത വിഭാഗം രഹസ്യമായി അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യൽ ലെവലിൽ ഹൈക്കമാൻഡിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ KCയുടെ പേരാണെന്നാണ് നമുക്കറിയാൻ സാധിക്കും. രഞ്ജിത്ത്, 3 പേരെയും പിന്തുണയ്ക്കാനാണെങ്കിൽ ഹൈക്കമാൻഡിന് കത്തെഴുതേണ്ടുന്ന ഒരു സാഹചര്യവും സമസ്തയ്ക്ക് മുന്നിലില്ല. അതിൽ കൃത്യമായ താല്പര്യം അറിയിക്കുക എന്ന ലക്ഷ്യമില്ലെങ്കിൽ സമസ്തയ്ക്ക് ഇതിലൊരു സൈഡ് ആവശ്യവുമില്ല. അപ്പൊ ഇതാണ് സംഭവം. ഈ മുഖ്യമന്ത്രി തർക്കത്തിനിടയിൽ എല്ലാ വിഭാഗങ്ങളും, അതിൽ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ഈ മുന്നണിയെ പിന്തുണച്ച എല്ലാ വിഭാഗങ്ങളും അതിൽ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോൾ യുവന്മാർക്ക് സഹിക്കണില്ല. അപ്പൊ യുവന്മാരും ചാടിക്കേറി അഭിപ്രായം പറഞ്ഞു. അതുവരെ LDFനും വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച് LDFന്റെ വിജയത്തിനും വേണ്ടി പല പണിയെടുത്തിട്ട് LDF തോറ്റ് തുന്നമ്പാടി, എന്നിട്ട് UDFന്റെ വിജയത്തിൽ തലയിട്ടുകൊണ്ട് അതിൽ അഭിപ്രായം പറയുന്നു. കാരണം മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
മൂന്നാളുകളുടെ പേരുകളാണല്ലോ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ ഇതിൽ ഇടപെട്ടിട്ട് ഇതാ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് KC വേണുഗോപാലിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് കത്തയച്ചു എന്നാണ് പറയണത്. എന്നിട്ട് ഹക്കീമിന്റെ അഭിപ്രായം എന്ത്? KC എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ആളാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല. ഓ, അത് ഇയാൾ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് അറിയാന്. KC എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന ആളാണ്. അതന്നെ ഇവിടുത്തെ പ്രശ്നം. ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന ആള് ഇവിടെ സംസ്ഥാന ഒരു ഭരണം കിട്ടിയപ്പോ ആ ഭരണം കിട്ടാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തൊരു നേതാവ് ഇവിടെ ഉണ്ടായിരിക്കെ ആ നേതാവിന് അയോഗ്യത ഒന്നും ജനങ്ങൾ കാണുന്നില്ല എന്നിരിക്കെ ആ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് കേരളത്തിലെ 99% ജനങ്ങളുടെയും അഭിപ്രായം. അപ്പൊ ഇബലതിന്റെ ഇടയിൽ കൂടി KC ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ആളാണ്. ഓ, ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പൊ അതറിയില്ല, ഇപ്പം പറഞ്ഞിട്ടാണ് അപ്പൊ അതറിയാന്. അപ്പൊ വാർത്ത വായിക്കുന്ന അവതാരക മാധു ചോദിക്കാണ്, അല്ല ഇച്ചങ്ങായമാരുടെ അഭിപ്രായം ആരെയും ചോദിച്ചോന്ന്? അല്ലെങ്കിൽ ചോദിച്ചിട്ട് അവന്മാരെ അഭിപ്രായം പറയല്? ആരെങ്കിലും എവിടെയും ജയിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് ഇവന്മാർ ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ രംഗത്ത് വരും. അതല്ലേ ഇവന്മാരെ ചരിത്രം. ആരും ചോദിച്ചിട്ടില്ലെങ്കിലും വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയി സദ്യ ഉണ്ടെങ്കിൽ ഞാൻ പക്കം വിടുന്ന ഒരു പരിപാടി ഇവന്മാർക്ക് ഉണ്ടല്ലോ. എന്നിട്ട് ഇവന്മാര് ട്രപ്പീസ് കളി എന്ത്? ഈ മൂന്നാളുകളുണ്ടല്ലോ, KC വേണുഗോപാല്, VD സതീശൻ, രമേശ് ചെന്നിത്തല, മൂന്നാളും നല്ല യോഗ്യതയുള്ള കഴിവുള്ള ആൾക്കാരാണ്. അതൊക്കെ ഇപ്പം പറഞ്ഞിട്ട് വേണം ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാന്. അപ്പൊ ഈ അവതാരക വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്ത്? മൂന്നാളും പ്രത്യേക കഴിവുള്ള ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മാര് കത്തയച്ചത്? അപ്പൊ ഉമ്മാർക്ക് പ്രത്യേകം എന്തോ ഒരു താല്പര്യം ഉണ്ടല്ലോ. ആ താല്പര്യത്തിന്റെ പേരാണ് KC വേണുഗോപാൽ. നാണും മാനുണ്ടോ ഉമ്മാർക്ക്? നിങ്ങൾ ആരോടും ഇതിൽ അഭിപ്രായം പറയാൻ ക്ഷണിച്ചത്? നിങ്ങൾ പണി നോക്കിപ്പോയി. കാരണം നിങ്ങൾ ഈ ഇലക്ഷനിൽ UDF മുന്നണിയെ അധികാരത്തിലേറ്റാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിക്കാൻ നിങ്ങൾ ഒരു ചെറുവരലനക്കാത്ത ടീമാണ്. നിങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്, LDFിനും വേണ്ടി നിങ്ങൾ പണിയെടുത്തതാണ്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാ കാലത്തെയും പോലെ നിങ്ങൾ പിന്തുണച്ച മുന്നണി തോറ്റു തുന്നമ്പാടി, അതാണ് ചരിത്രം. എന്നിട്ട് ജയിച്ച മുന്നണിന്റെ എടി കയറിയിട്ട് അഭിപ്രായം പറയാണ് അവിടെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന്. നിങ്ങൾക്ക് എന്താ പറയാ യോഗ്യത? എടോ, ഒരുത്തൻ തൊലാക്ക് ചെല്ലിയ പെണ്ണിന്റെ വീട്ടില് സ്വത്ത് ഭാഗം വെക്കുമ്പോ അവിടെ മൂത്തളിയാന് വീട് നിൽക്കുന്ന സ്ഥലം എഴുതി കൊടുക്കണം എന്ന് പറയാന് ഇച്ചങ്ങായിക്ക് എന്താ അധികാരം? എന്ന് പറഞ്ഞതുപോലല്ലേ ഇവന്മാരെ കാര്യം. ഇവന്മാരാരാതിൽ അഭിപ്രായം പറയാൻ ക്ഷണിച്ചത്? നിങ്ങൾക്ക് എന്തായാലും റോള്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഇവന്മാരെ സ്ഥിരം തൊഴിലാണ്. ഇത് ഏതെങ്കിലും ഒരു ചാനൽ മാത്രം വന്ന അഭിപ്രായമല്ല. അടുത്ത ചാനൽ കണ്ടോളി. കാന്തപുരം വിഭാഗം KC വേണുഗോപാലിനായി പരസ്യമായി നിലപാടെടുത്തു. MN കാരശ്ശേരി ഒരിക്കൽ പറഞ്ഞതാണ് ശരി. NSS ജനറൽ സെക്രട്ടറിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും കാന്തപുരവും ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അയാളിൽ എന്തോ ഒരു ഔഷധ ഗുണമുണ്ട്. അതാണിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ സമുദായ നേതാക്കൾക്കുമുള്ള തിരിച്ചടിയാണ്. VD സതീശൻ്റെ തെരഞ്ഞെടുപ്പല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അത് ഒരു മതേതര കേരളത്തിന്റെ ജനവിധിയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് വസ്തുത. കാന്തപുരം വിഭാഗം KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചു അടുത്ത ചാനലിലും. മാത്രല്ല, കാന്തപുരം വിഭാഗവും NSSും മറ്റേ ചങ്ങായുണ്ടല്ലോ വഷളാപ്പള്ളി നടേശൻ, കള്ളു കച്ചവടക്കാരൻ, അച്ചങ്ങായും കൂടി ഏതെങ്കിലും വിഭാഗത്തെ എതിർത്ത് കഴിഞ്ഞാൽ അവർക്കെന്തോ ഔഷധ ഗുണമുണ്ടെന്നാണ് കേരളത്തിന്റെ പൊതുവിലയിരുത്തലാണിത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ കല്ല് കരട് കാഞ്ഞീരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെയുള്ള എല്ലാ വിഭാഗങ്ങളും ഇവിടെ UDFിനെതിരായിരുന്നു. ഈ കാന്തപുരാകട്ടെ, വഷളാപ്പള്ളി നടേശനാകട്ടെ, മറ്റേ പെരുന്നയിലെ നായരാകട്ടെ, എല്ലാ കടൽ കിഴവന്മാരും ഇവിടെ UDFിനെതിരായിരുന്നു. അതിനെയെല്ലാം പുച്ഛിച്ചുകൊണ്ട് കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ UDF ഇവിടെ വമ്പിച്ച വിജയം കരസ്ഥമാക്കിയത്. എന്നിട്ട് ഇപ്പൊ അവകാശവാദമായിട്ടും ഭീഷണിയായിട്ടും ഇറങ്ങിയിരിക്കുകയാണ് ഓരോ നായന്മാരും ഓരോ നടേശന്മാരും ഓരോ മൊല്ലാക്കന്മാരും. ഈ തെരഞ്ഞെടുപ്പിൽ പെരുന്നയിലെ നായരുടെ നിലപാടെന്തായിരുന്നു? കാന്തപുരം മൊല്ലാക്കാന്റെ നിലപാടെന്തായിരുന്നു? കള്ളു കച്ചവടക്കാരൻ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടെന്തായിരുന്നു? ആ വിഷജന്തുവൊക്കെ തൊള്ള തുറക്കുന്നത് വിഷം തുപ്പാനല്ലാതെ വേറെന്തെങ്കിലും കാര്യത്തിന് ആ സാധനം വായ തുറന്നിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെങ്ങാനും? അവന്മാരൊക്കെയാണ് തലയേറ്റി നടന്നിരുന്നത്. വായ തുറന്നാൽ വർഗീയതയും വഷളത്തരങ്ങളും മാത്രം പറയുന്ന ആ വഷളാപ്പള്ളി നടേശുണ്ടല്ലോ, ഓൻ തൊള്ള തുറക്കണത് തന്നെ മുസ്ലിങ്ങളെ തെറി പറയാനും മലപ്പുറം ജില്ലയെ തെറി പറയാനും മുസ്ലിം ലീഗിനെ തെറി പറയാനുമാണ്. ഈ അടുത്ത കാലത്തായിട്ട് മുസ്ലിങ്ങളെ തെറി പറയാനുള്ള ഒരു അവസരം ആ വിഷജന്തു ഒഴിവാക്കിയിട്ടുണ്ടോ? ഈ അവസാനം ഈ റമളാൻ മാസം നോമ്പിന് വരെ അവൻ പറഞ്ഞു, മലപ്പുറം ജില്ലയില് നോമ്പിന് വെള്ളം പോലും കിട്ടുകയില്ല. അങ്ങനെ പറഞ്ഞ് തൊള്ള തുറന്നാൽ വഷളത്തരം മാത്രം പറയുന്നൊരു സാധനം. ഈ വക വിഷജന്തുക്കളൊക്കെ പാടെ ഒത്തുകൂടിയിട്ടും UDFിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത.
സഹോദരങ്ങളെ, നമ്മളിത് ഈ വിഷയം പറയാൻ കാരണം ഈ കാന്തപുരം വിഭാഗം ഉണ്ടല്ലോ, വലിയ ശക്തിയാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ആരെ പിന്തുണച്ചോ അവർ തോറ്റ ചരിത്രമേ കേരളത്തിന്റെ ചരിത്രത്തിലുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ആശങ്കയിലായിരുന്നല്ലോ പൊതുജനങ്ങള്. പക്ഷേ കാന്തപുരം വിഭാഗം KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് കത്തയച്ചു എന്ന് അറിഞ്ഞത് മുതൽ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവൂലെന്ന്. കാരണം ഇവന്മാർ ആരെ പിന്തുണച്ചോ അവർ തോറ്റ ചരിത്രമേ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് വരും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവരെന്താ പറഞ്ഞത്? ഇവർ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണല്ലോ മുട്ടിപ്പടി ഖലീൽ ബുഖാരി, സ്വലാത്ത് കച്ചവടക്കാരൻ. അച്ചങ്ങായി പറഞ്ഞ ക്ലിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാണ്, ഒന്നും കൂടി കാണും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി AP സമസ്ത വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ലെന്ന് സമസ്ത AP വിഭാഗം. ജമാഅത്തെ ഇസ്ലാമി മത തീവ്ര പ്രസ്ഥാനം. മതരാഷ്ട്രവാദം പുലർത്തുന്ന ജമാഅത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ല. സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. തുടർഭരണം വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണല്ലോ. ഭരിക്കുന്ന കക്ഷികളുടെ ഭരണം നന്നായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ തുടർഭരണം അവർ അനുകൂലിക്കും, ഇല്ലെങ്കിൽ അവർ മാറ്റിയെഴുതും. അത് ഒരു പാർട്ടി തീരുമാനിക്കേണ്ടതല്ലല്ലോ. ജനങ്ങൾ ആര് ജയിക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ട ജനങ്ങളെ. പക്ഷെ ഞങ്ങളുടെ തീരുമാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മതതീവ്ര പ്രസ്ഥാനമാണ്. അത് മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇസ്ലാമിയുമായി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഭാഗമായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കും എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തന്നെയാണ്. അതിൽ വലിയ അമർഷം ഈ AP വിഭാഗത്തിലുണ്ട്. പക്ഷേ അത് അവർ VD സതീശന്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവർക്ക് തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ പിന്തുണ സ്വീകരിക്കുമെന്ന് പലപ്പോഴും സതീശൻ തുറന്നു പറഞ്ഞതാണ്. ഇതിൽ വലിയ എതിർപ്പ് ഈ കാന്തപുരം വിഭാഗത്തിലുണ്ട്. പക്ഷേ അത് തുറന്നു പറയാൻ, സതീശന്റെ പേരെടുത്ത് പറയാൻ അവർ തയ്യാറായില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവർക്ക് ആർക്കും തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നത് കൃത്യമായി ഇത്തരത്തിൽ UDFന്റെ പിന്തുണ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ പ്രാവശ്യത്തെ പോലെ LDFന് തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ എന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു ഇവന്മാരുടെ നിലപാട്. ഇവരെല്ലാ കാലത്തും പറയുന്ന ഓരോ കാരണങ്ങൾ, ഓരോ ന്യായങ്ങളുണ്ട്. LDFനെ പിന്തുണക്കാൻ വേണ്ടിയിട്ടും UDFനെ എതിർക്കാൻ വേണ്ടിയിട്ടും ഓരോ ന്യായങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്രാവശ്യം പറഞ്ഞതാണ് ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ UDFന് വോട്ട് ചെയ്യൂല. ഞങ്ങളെ സഹായിച്ച LDFനെ ഞങ്ങൾ കാലാകാലം സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇവർ ഇപ്രാവശ്യം പറഞ്ഞത്. പക്ഷെ എന്താ ചെയ്യുക, ഇവന്മാരാരെ പിന്തുണച്ചോ ആ പാർട്ടി തോറ്റു തുന്നം പാടുന്ന ചരിത്രമേ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഇലക്ഷന്റെ റിസൾട്ടിന് വന്നപ്പോഴോ ഞങ്ങളെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ തിരിച്ചു സഹായിച്ചതിന്റെ കോലാണ് കണ്ടത്. എല്ലാം കട്ടും പടയും പടയ്ക്കും മൂലക്കേരി കണ്ട ഗതി വന്നോ. എന്നാലെങ്കിലും ഉമ്മാരൊന്നും മുണ്ടാതിരിക്കോ? ഇതൊക്കെ 2-3 മാസം കഴിഞ്ഞ ആൾക്കാരോട് മറക്കും എന്ന് വിചാരിച്ചത് മുണ്ടാതിരുന്നൂടെ? ഇല്ല. അപ്പൊ പിന്നെ അടുത്ത പരിപാടി കൂടെ ആയിപ്പോയിട്ട് ഇറങ്ങിയേക്കാണ്. KC വേണുഗോപാലിന് പിന്തുണ അറിയിച്ചുകൊണ്ട് കത്തയച്ചൊക്കെയാണ്. ഇതിപ്പോ വില്ലൻ ചുമള്ളവന് വയറിളക്കം വന്നു എന്ന് പറഞ്ഞ കോലത്തിലായി. കാരണം വില്ലൻ ചുമയിട്ട് ഇങ്ങനെ കുറച്ച് നടക്കുകയാണ്. അതിന്റെ ഇടയിൽ വയറിളക്കം കൂടി വന്നാലോ ഒന്ന് ആഞ്ഞു കുരക്കാനും കൂടി പറ്റൂല. അപ്പൊ അടി കൂടി പോവും, പമ്പേസിട്ട് നടക്കേണ്ടി വരും. അക്കോലത്തിലാണ് യുവന്മാരുടെ അവസ്ഥ വന്നത്. മുണ്ടാതൊരു ഭാഗത്ത് ഇരുന്നാൽ മതിയായിരുന്നു. അതിന്റെ ഇടയിൽ KCക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് കത്തയച്ചു, അതും അടപടലം പൊട്ടി. എന്നിട്ട് ഞാൻ ഈ വീഡിയോന്റെ പരസ്യട്ടപ്പോ കാന്തപുരത്തിന്റെ കുഞ്ഞാടുകൾ ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ, എവിടെ കാന്തപുരം KCനെ പിന്തുണച്ചു, തെളിവെന്താന്ന്? എടോ, ഈ വിഷയം പറഞ്ഞ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് കളവാണെങ്കിൽ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറയുന്ന നേതാക്കന്മാരോട്, വെറുതെ എന്റെ മണ്ടയ്ക്ക് കയറാതെ. അപ്പൊ സഹോദരങ്ങളെ, ഞങ്ങളെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുന്നു പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, പല സ്വലാത്ത് കച്ചവടക്കാരൻ അന്തല്ലാത്തോനെ അച്ചങ്ങായി പറഞ്ഞതിനെ പല നിൽക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രല്ല, ഇവരുടെ സൈബർ വിങ്ങിൽ ഇവരുടെ പ്രധാനപ്പെട്ട ദായിമാര് പ്രബോധകന്മാര് മുഴുവനും ഈ ഇലക്ഷനിൽ LDFനും വേണ്ടി അരയും തലയും മുറക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വെറുതെ പറയില്ല, കേട്ടോളി തെളിവ്. പിന്നെ അതുപോലെ മുസ്ലിം സമുദായത്തിനെ പ്രത്യേകമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ലീഗ് അധികാരത്തിലുണ്ടാകുന്ന സമയത്ത് സർവ്വം മുസ്ലിം മഹല്ലുകളിലും അവർ പോലീസിനെയും മറ്റൊക്കെ ഉപയോഗിച്ച് അടിപിടിയും കേസും ഉണ്ടാക്കും. അടിപിടി ഉണ്ടാക്കിയാൽ പിന്നെ പോലീസ് വരും, പോലീസ് വന്നാൽ പിന്നെ അത് ആ രീതിയിൽ അവരുടെ അണ്ടറിൽ പരിഹരിക്കും, അവർക്ക് പുരോഗതി കിട്ടുന്ന രീതിയിൽ. ഇങ്ങനെയുള്ള മതത്തിന് വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ ഭരിക്കുന്ന ഈ സമയത്താണ് മതത്തിൻ്റെ വലിയ നടുക്കഷ്ണമാണെന്ന് പറയുന്ന ലീഗ് ഉണ്ടാകുന്ന സമയത്ത്, ലീഗ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഘർഷങ്ങളില്ലാതെ ഈ രാജ്യത്തെ രക്ഷിച്ചത്, മഹല്ലുകളെ രക്ഷിച്ചത്. അപ്പോൾ ഈ 10 വർഷം എല്ലാവർക്കും മുസ്ലിം മഹല്ലുകളിൽ കിടന്നുറങ്ങുവാനും അതുപോലെ പള്ളിയിലും മദ്രസയിലും പോകുവാനും വിഹിതം വെക്കൽ ഇല്ലാതാക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച ഈ സർക്കാർ മാറി
അതൊക്കെ ശക്തമായി ഏകപക്ഷീയമായി നടപ്പാക്കുന്ന ഒരു മുൻപത്തെ സർക്കാരിനെ കൊണ്ടുവരണമെന്ന് ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾ പറയുന്നുവെങ്കിൽ അവർക്ക് ബുദ്ധിയുണ്ട് എന്നാണോ പറയേണ്ടത് എന്നത് നമ്മൾ പ്രേക്ഷകരാണ് നമ്മോട് അറിയിക്കേണ്ടത്. കേട്ടില്ലേ? ഇതൊന്നും സാധാരണക്കാരല്ല സംസാരിക്കുന്നത്. കാന്തപുരം വിഭാഗത്തിന്റെ മുഖ്യധാര പോരാളികളാണതൊക്കെ. പ്രധാനപ്പെട്ട വഷളൻ വായാടികൾ അവരാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരവരെ മണ്ടി നിർത്തു പറയല്ല. കൃത്യമായ നിർദ്ദേശം മുകളിൽ നിന്നും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് താഴെ തട്ടിലേക്ക് ഇവർ ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ പിച്ചങ്ങായി പറഞ്ഞത്? മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഭരിക്കുന്ന ഈ 10 കൊല്ലമുണ്ടല്ലോ, ഈ കഴിഞ്ഞ 10 കൊല്ലമാണ് നമ്മളെ മഹല്ലുകളൊക്കെ സംരക്ഷിക്കപ്പെട്ടത്, നമുക്ക് നിർഭയത്വം ലഭിച്ചു എന്നായി പറയണത്. ഈ കഴിഞ്ഞ 10 വർഷം എല്ലാ മുസ്ലിങ്ങൾക്കും മഹല്ലുകളിൽ സമാധാനമായി കിടന്നുറങ്ങാൻ സാധിച്ചു എന്ന്. ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും മഹല്ലുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിച്ചത് ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണമാണ്. അതിന് മുമ്പൊക്കെ ഇങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങൾ നിലാവിൽ കോഴിക്കൾ നടക്കണമാരിങ്ങനെ കിടന്നുറങ്ങാതെ നടക്കരുന്നു എന്നാണ് പിച്ചങ്ങായിന്റെ ഭാഷ്യം. പിന്നെ പള്ളിയിൽ പോകാനും മദ്രസയിൽ പോകാനൊക്കെ സാധിച്ചത് ഇക്കഴിഞ്ഞ 10 കൊല്ലാണ്. അതിന് മുമ്പ് ആരും മദ്രസക്കും പോയിട്ടില്ല, പള്ളിക്കും പോയിട്ടില്ല. അപ്പൊ ഒറ്റപ്പെട്ട സംഭവമല്ല, സാമാന്യവൽക്കരിച്ച് പൊതുവൽക്കരിച്ച് പറയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇരുന്നു എന്ന്. ഇവനൊക്കെ എവിടുന്നാണ് ഈ വണ്ടി കയറിയത്? എവിടെ നോക്കിയിട്ടപ്പോൾ ഇത് വിലയിരുത്തണത്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടോ? നിങ്ങളൊക്കെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് നിങ്ങളെ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു എരണം കെട്ടവന് ഏതെങ്കിലും ഒരു മഹലിൽ വന്നു കഴിഞ്ഞാൽ ആ മഹലിൽ കുട്ടിച്ചോറാകാന് പിന്നെ അവിടെ വേറൊരു കാരണം വേണ്ട. അത്രത്തോളം വിഷജന്തുക്കൾ ഭരിക്കുന്ന പല മഹല്ലുകളുണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ. അത് മറ്റീലുണ്ട്, ഷജറയിലുണ്ട്. ഇവരെക്കാട്ടും വിഷമുള്ള രാജവമ്പാലയെക്കാളും വിഷമുള്ള നീർക്കോലികൾ അതിലുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം, ഇരിക്കട്ടെ. അപ്പൊ ഇതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇവന്മാർ പരസ്യമായും രഹസ്യമായും സ്വീകരിച്ച നിലപാടതായിരുന്നു. കഴിഞ്ഞിട്ടില്ല. ഇവന്മാരെ വോട്ട് മുഴുവനും തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് LDFന്റെ നേതാവ് KT ജലീൽ പറയട്ടെ. AP സമസ്തയുടെ വോട്ട് പൂർണ്ണമായിട്ട് LDFന് ലഭിച്ചിട്ടുണ്ടോ? ഷുവർ, കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം AP വിഭാഗത്തിൻ്റെ സംഘടനാ ശേഷി വർദ്ധിക്കുന്നതിൽ വലിയ ഒരു സഹായം LDF ഭരണമാണ്. ആ LDF ഭരണത്തോട് അവർക്ക് മതിപ്പാണ്. തങ്ങളെ സഹായിക്കുന്നവരെ തങ്ങളും സഹായിക്കും എന്ന് അവരെടുത്ത സമീപനം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തവനൂർ പൊന്നാനി മണ്ഡലങ്ങളിൽ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ സംസ്ഥയിൽ ഒരു വിഭാഗീയതയുണ്ട്. അതിൽ അത്തരമൊരു തർക്കങ്ങളോ കാര്യങ്ങളോ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. അത് അനുകൂലമായിട്ടാണോ തോന്നുന്നത്? അനുകൂലമായിട്ടാണ് തോന്നുന്നത്. സമസ്തയിൽ ശരിക്കും ഒരു ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള അകൽച്ച ഒരു സംഘടിതമായിട്ടുള്ള രൂപത്തിലേക്ക് വരുന്നത് കാസർകോട്ടെ സമ്മേളന വിജയത്തിന് ശേഷമാണ്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം അത് വിജയിച്ചതോടെ സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കരുത്ത് പകർന്നിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ശരിക്കും പ്രതിഫലിക്കും. ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ തമ്മിലുള്ള രഹസ്യവും പരസ്യവുമായ ബാന്ധവം നിങ്ങളുടെ നേതാക്കന്മാര്, കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കന്മാരും LDFന്റെ നേതാക്കന്മാരും പരസ്യമായി പറയണേ. ആദ്യം സ്വലാത്ത് കച്ചവടക്കാരൻ പറഞ്ഞ് ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ തിരിച്ചു സഹായിക്കുന്നു. അപ്പൊ അതിന് മറുപടി KT ജലീൽ APക്കാരുടെ വോട്ട് പൂർണ്ണമായും, അല്ലെങ്കിൽ 70% 80% എന്നല്ല, പൂർണ്ണമായും ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞങ്ങളെ കുറിച്ചാണ്. ഞങ്ങളാണ് കഴിഞ്ഞ 10 കൊല്ലം അവരെ സഹായിച്ചത്. അവരുടെ സംഘടനാ ബലവും സ്ഥാപനങ്ങളും എല്ലാം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അവരെ സഹായിച്ചു, അവർ തിരിച്ച് ഞങ്ങളെ സഹായിച്ചു. പൂർണ്ണമായും അവരുടെ വോട്ട് ഞങ്ങൾക്കാണ് കിട്ടിയത്. കഴിഞ്ഞില്ല. മറ്റേ വിഭാഗം ഉണ്ടല്ലോ, ഷജറകള്, കാഞ്ഞിരക്കുറ്റികള്, ആ ഷജറകളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എല്ലാ വിഷജന്തുക്കളും എല്ലാ കല്ല് കരട് കാഞ്ഞിരക്കുറ്റികളും ആഞ്ഞുകുത്തിയിട്ടും LDFനെ കരകയറ്റാൻ സാധിച്ചില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. സഹോദരങ്ങളെ, അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം കണക്ക് കൂട്ടാൻ തുടങ്ങി ആളുകള്. ജയപരാജയങ്ങള്, ആരൊക്കെ എവിടൊക്കെ ജയിക്കുന്നുള്ള കണക്ക് കൂട്ടലുകളും ഊഹാപോഹങ്ങളുമായി നടക്കുമ്പോഴാണ് എക്സിറ്റ് പോൾ ഫലം വന്നത്. എക്സിറ്റ് പോൾ ഫലം എന്താണ്? UDFന് അനുകൂലമായിട്ടാണ് വന്നത്. അത് വന്നപ്പോ ഈ കാന്തപുരം വിഭാഗത്തിന്റെ സൈബർ പോരാളികളും മുഖ്യധാരാ പോരാളികളും നടത്തിയ അഭിപ്രായ പ്രകടനം കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഫലം വരുന്നതിന് മുമ്പ് പുറത്തു വന്ന എക്സിറ്റ് പോൾ പോലെ ഫലം എക്സാക്റ്റ് പോൾ ആയി വരികയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ഒരല്പം വിലയിരുത്തൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്.
എക്സിറ്റ് പോൾ മുഴുവനും പറയുന്നത്, അല്ലെങ്കിൽ മഹാഭൂരിഭാഗവും പറയുന്നത് UDF അധികാരത്തിൽ വരും എന്നാണ്. അഥവാ നിലവിലുള്ള സർക്കാർ താഴെ ഇറങ്ങും, പുതിയ സർക്കാർ വരും എന്നാണ്. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള റിയൽ റിസൾട്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചിന്താശേഷി മരവിച്ചു പോയവരായോ ഭൂരിഭാഗവും എന്ന് ആശങ്കിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. കാരണം കേരളത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തിൻ്റെ നന്മക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും അനുയോജ്യമായ രീതിയിൽ ഈ സർക്കാർ ധാരാളം പദ്ധതികൾ ഈ തുടർച്ചയായി കിട്ടിയ 10 വർഷത്തെ ഭരണം കൊണ്ട് ചെയ്തു തീർത്തിട്ടുണ്ട് എന്നുള്ളത് ആരാലും നിഷേധിക്കപ്പെടാൻ കഴിയാത്ത കാര്യമാണ്. സുഹൃത്തുക്കളെ, ഇത് LDFന്റെ കൺവീനർ അല്ല ഈ സംസാരിക്കണത് കേട്ടോ. കാന്തപുരത്തിന്റെ കുഞ്ഞാടാണ് ഈ സംസാരിക്കണത്. കാന്തപുരത്തിന്റെ പ്രധാന മുഖ്യധാര പോരാളികളിൽപ്പെട്ട ഒരുത്തനാണ് ഈ സംസാരിക്കണത്. എന്തായി പറഞ്ഞത്? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്ന എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ എല്ലാം UDFന് അനുകൂലമായിരുന്നു. അങ്ങനെ സംഭവിക്കാനൊന്നും സാധ്യതയില്ല. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയ പൊട്ടന്മാരാണ്, മന്ദബുദ്ധികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ രാജ്യത്ത് ആകെ ചിന്താശേഷിയുള്ള കുറച്ച് വിഷജന്തുക്കളുണ്ട്. അതിലൊന്നാണ് കാന്തപുരം വിഭാഗം, മറ്റേതാണ് വഷളാപ്പള്ളി നടേശൻ, മറ്റേത് പെരുന്നയിലെ നായര്. ഇവരൊക്കെയാണ് ചിന്താശേഷിയുള്ള ആൾക്കാർ. എടോ, ഈ 3 വിഭാഗത്തിന്റെ അത്ര തലച്ചോറ് മുരടിച്ച മരവിച്ച വേറെ വിഭാഗം കേരളത്തിലുണ്ടോ? നിങ്ങൾ മാത്രം ഒരു ചിന്താശേഷി ഉത്തേജിപ്പിക്കുന്ന ആൾക്കാര്. എന്നിട്ട് ഉത്തേജിപ്പിച്ച് ഇക്കോലത്തിലാക്കി. കാലം കുറെ ആയല്ലോ നിങ്ങളെ ചിന്താശേഷിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ചിന്താശേഷി കൃത്യമായി പ്രവർത്തിക്കുന്ന ആളുകള് കൃത്യമായ ഇടപെടലുകൾ നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ ജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇന്ന് വരെ ജയിച്ചിട്ടുണ്ടോ? നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറക്കി കച്ചകെട്ടിയിറങ്ങിയിട്ട് നിരങ്ങിയിട്ട് ജാറത്തുകളും പള്ളികളിൽ, നിങ്ങളെ മിമ്പറുകളിൽ, നിങ്ങളെ സ്ഥാപനങ്ങളും കിടന്ന് മൂടിട്ട് നിരങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരെണ്ണങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ മലക്കുകളെ വരെ ഇറക്കിയ സംഭവമാണല്ലോ മണ്ണാർക്കാട് ശംസുദ്ദീനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് എന്തൊക്കെ പോരാട്ട നാടകങ്ങൾ നിങ്ങൾ കളിച്ചു. ഈ ചോട്ടാ സൈബർ പോരാളികൾ മാത്രമല്ല, വലിയ മൊല്ല കാന്തപുരം അബൂബക്കർ മൊല്ലാക്ക വരെ അവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങിയില്ലേ ശംസുദ്ദീനെതിരെ? കണ്ടോളി. മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2-ാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവരുടെ നടക്ക് തന്നെയാണ് നമ്മുടെ ആളുകൾ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ ആളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും ആളെ ജയിപ്പിക്കാൻ പാടില്ല, ആൾ ഈ രാജ്യത്തിന് ദ്രോഹിയാണെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? മണ്ണാർക്കാട് നമ്മളെ 2 ആൾക്കാരെ കൊന്നു. ആര്? ലീഗരെ കൊന്നു എന്നാണ് ഈ പറയണത്. 2 പ്രവർത്തകരെ. പറഞ്ഞിട്ടാത്തോണം വരെ പ്രവർത്തകരൊക്കെ വായിൽ വിരലിട്ടാ കടിക്കാത്ത പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപാവങ്ങളാണ് എല്ലായിടത്തുന്ന തോന്നല്. അതോടെ ഇരിക്കട്ടെ. അങ്ങനെ 2 ആൾക്കാരെ കൊന്നതാരോ? പറഞ്ഞിട്ടാത്തോണം ശംസുദ്ദീൻ കൊന്നതാണ്. എന്നിട്ടോ കൊന്ന 2 കൊലപാതകികളെ അറസ്റ്റ് ചെയ്തു, പിറ്റേതിനെ ജാമ്യത്തിലും വിട്ടു. അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ശംസുദ്ദീനാണ്. അതുകൊണ്ട് ആ ശംസുദ്ദീനെ നിങ്ങൾ തോൽപ്പിക്കണം, കാരണം അവൻ ദ്രോഹിയാണ് എന്ന് പറഞ്ഞ് മൂത്തമല്ലാക്കന്നെ ആഹ്വാനം ചെയ്യണേ. എന്നിട്ട് എന്ത് സംഭവിച്ചടോ? ഇവരുടെ എല്ലാ കുപ്രചരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ശംസുദ്ദീനെ ബഹുഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ വിജയിപ്പിച്ച് നിയമസഭയിലേക്കാണ് അയച്ചു. എന്തെല്ലാം പൊറാട്ട് നാടകങ്ങൾ അവിടെ നടത്തിയെന്നറിയോ? വേറെ ഒരുത്തം പറയാണ്, ആര്? ഹൈക്കോടതി വക്കീല്, ചുള്ളിക്കോട് സക്കാഫി വക്കീല് പറയാണ്, ബദറില് മലക്കാൾ ഇറക്കി സഹായിച്ച അള്ളാഹ് ഇവിടെ മണ്ണാർക്കാട് ശംസുദ്ദീനെ തോൽപ്പിക്കാൻ വേണ്ടി മലക്കാൾ ഇവിടെ ഇറക്കണം എന്നാണ് മൂപ്പരാഹ്വാനം. വിവരം വെച്ചിട്ട് വിവേകം ഉണ്ടാവുമല്ലോ. കണ്ടു നോക്കി. ഈ രീതിയിൽ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഫണ്ട് ശേഖരിക്കണമെങ്കിൽ അതിന് വേണ്ടത് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഉസ്താദ് ഒരു ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേറ്റി നെഞ്ചിലേറ്റി ശൈഖുന അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ, അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദറിനെ ഇറക്കിക്കൊണ്ട്, മലായികത്തിനെ ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അല്ലാഹുവിനോട് തന്നെയാ പറയുന്നത്. ആളുടെ ബലം നോക്കിയിട്ടല്ല, പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പരിപാടിയിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല, മറിച്ച് അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യസിഫൂൻ,
يفعلون أنت الرب المستعان على ما يفعلون أنت الرب المستعان على ما يفترون എല്ലാറ്റിനും പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. പടച്ചവനെ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ്. ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് ഇനിയും ദീനീ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷൻ നീ മാറ്റിത്തരണേ റഹ്മാനെ. എന്താ ഇപ്പൊ മൂപ്പര ഗർജനം? മണ്ണാർക്കാട് ശംസുദ്ദീനെ തോൽപ്പിക്കാനുള്ള ആഹ്വാനാണിത്, മനസ്സിലായോ? ആ സമയത്ത് പ്രസംഗിച്ചതാ, ഉസ്താദ് ഒരു ആഹ്വാനം നൽകിയാൽ അത് ചുമലിലേറ്റി നെഞ്ചിലേറ്റി അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മൂട്ടിലേറ്റേണ്ടി വരും, ചുമലിലേറ്റല്ലേ നെഞ്ചിലേറ്റല്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചത് മണ്ണാർക്കാട്? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെറു വിരലനക്കാൻ കഴിഞ്ഞോ? എന്നിട്ട് പറയാ, ബദറിൽ മലക്കുകളെ ഇറക്കി സഹായിച്ച അള്ളാഹു ഇവിടെ ഞങ്ങളെ സഹായിക്കുന്നാണ് ഈ പറയണത്. എടോ, ബദറിൽ അള്ളാഹു മലക്കുകൾ ഇറക്കിയത് അബൂജഹലിനും ടീമിനെതിരെയാണ്. ആ അബൂജഹലിന്റെ ആദർശം തലയിലേറ്റി നടക്കുന്ന നിങ്ങൾ എങ്ങനെയോ അള്ള മലക്കുകാർക്ക് സഹായിക്കാൻ മരപ്പൊട്ടന്മാരെ? സഹോദരങ്ങളെ, ഇവന്മാരെത്ര ഒരു കാപ്പട്ടെന്നറിഞ്ഞ അവസരവാദികള്. അത് രാഷ്ട്രീയത്തിൽ മാത്രല്ല, ദീനിന്റെ വിഷയത്തിൽ മാത്രല്ല, ഓരോരോ രംഗത്ത് ഈ അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുക എന്ന് പറഞ്ഞ മാതിരി ഓരോ രംഗത്ത് ഓരോ ആശയാണ് അവർക്ക്. ഇവിടുന്ന് പറയാണ്, അല്ലാഹുവേ നീ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ, ഞങ്ങൾ നിന്നോട് മാത്രമാണ് ചോദിക്കുന്നത്. വേറെ ബദരീങ്ങളെ പരിപാടിയും ചേർന്ന് പോയി കണ്ടറിയും, ബദരീങ്ങളെ നിങ്ങളോടല്ലാതെ ഞങ്ങൾ വേറെ ആരാടോ സഹായം ചോദിക്കുക, നിങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ പറയും. മടവൂരിന്റെ ചാർത്തങ്ങൾ പോയിട്ട് വരും, മടവൂര് നിങ്ങളാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാളുള്ളത് ചോദിച്ചു. മമ്പറം ചാർത്തങ്ങൾ പോയിട്ട് വരും, മമ്പറത്തെ തങ്ങളെ നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ എത്താണ്, വേറെ എടുക്കാൻ ഞങ്ങൾ പായ, വേറെ എവിടെ പോയി കണ്ട ഞങ്ങൾ കുത്തിമറി നിൽക്കും. ഈ തരത്തിലുള്ള ധാനി കപടന്മാരും അവസരവാദികളുമായ ഒരു വിഭാഗമാണ് ഈ കാന്തപുരം വിഭാഗം എന്ന് പറഞ്ഞ ഈ സാധനങ്ങള്. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഭൗതിക രംഗത്താണെങ്കിലും മതരംഗത്താണെങ്കിലും വിശ്വാസ രംഗത്താണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും എവിടെയും കാപട്യവും അവസരവാദവും നിറഞ്ഞ ഒരുതരം വൃത്തികെട്ട വിഭാഗമാണ് ഈ കാന്തപുരം വിഭാഗം. കഴിഞ്ഞിട്ടില്ല, വേറൊരുത്തണ്ട് വടശ്ശേരിമല്ല അച്ചങ്ങായി ഇപ്പോ കിഡ്നിയൊക്കെ മാറ്റിച്ച് കണ്ട് വിശ്രമത്തിലാണ്. കണ്ണൂരുള്ള സത്താറിന്റെ ഒന്നും വേണ്ട രണ്ടും വേണ്ട മൂന്നും വേണ്ട ഡയാലിസിസ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയ കാന്തപുരം ഉണ്ടല്ലോ, ആ കാന്തപുരം തന്നെയാണ് ഇയാളെ കിഡ്നി മാറ്റിയേക്കാൻ വേണ്ടി പിരിവിന് മുന്നിട്ടിറങ്ങിയത്. ഏതായാലും അയാളും അന്ന് ചലച്ച ചലക്കല് ഈ മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിൽ അയാൾ നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കുക. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ, നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാണ്? കുഞ്ഞി എംസിയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ ജനാധിപത്യാവകാശം ഈ അരുംകൊലയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മരണ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരു അപേക്ഷ മാത്രമായിട്ടേ നിങ്ങൾ കണക്കാക്കാവൂ. അണികളെ ചോര തളിപ്പിക്കാൻ വേണ്ടി കിടന്ന് മൂങ്ങാണ്. സഹോദരങ്ങള്, നമ്മളെ പ്രസ്ഥാനത്തിന്റെ നായകത്വം വഹിച്ചിരുന്ന കുഞ്ഞി ഹംസനെയും അവന്റെ അഞ്ചൻ നൂറുദ്ദീനെയാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർക്കേണ്ടത്. ഓലെ കൊന്നതൊക്കെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് മണ്ണാർക്കാട് ശംസുദ്ദീനെ തോൽപ്പിക്കാൻ ഇത് ദീനിന്റെ പേരിലുള്ള അഭ്യർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് കിടന്ന് മോങ്ങിയിട്ട് കാന്തപുരം മുതൽ താഴോട്ടുള്ള സകല കുഞ്ഞാടുകളും കിടന്ന് മോങ്ങിയിട്ട് എന്ത് സംഭവിച്ചടോ? ശംസുദ്ദീന്റെ രോമത്വത്തോടെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ഇത് ആദ്യത്തെ സംഭവമാണോ? നിങ്ങൾ പരാജയപ്പെട്ടതല്ലാതെ വിജയിച്ചൊരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ നേരിട്ട് നിർത്തിയ കാൻഡിഡേറ്റ് ആണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഹുസൈൻ രണ്ടത്താണി അല്ലേ? നിങ്ങളെ പ്രസിദ്ധീകരണത്തിലെ എഴുത്തുകാരനാണ്, നിങ്ങളെ സഹയാത്രികനാണ്. ആ ചങ്ങായിനെ നിങ്ങൾ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അയാളെ പോരാന്ന് പറഞ്ഞ് പിരികേറ്റിട്ട് കൊണ്ടുപോയി മത്സരിപ്പിച്ചു പൊന്നാനിയിൽ. അന്ന് നിങ്ങൾ നടത്തിയ പ്രചാരണങ്ങൾ, അന്ന് മലക്കുകളൊക്കെ ഇറങ്ങിയിരുന്നു ഇവിടെ വോട്ട് ചെയ്യാനായിട്ട്. എന്തെല്ലാം തോന്നിയാസം! ഈ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മലായിക്കത്തുകളെ പേര് പറഞ്ഞിട്ട് വരെ നിങ്ങൾ ഈ ഇലക്ഷനിൽ എന്തെല്ലാം കോപ്പിരാട്ടി നടത്തിയിട്ടുണ്ട് ഹുസൈൻ രണ്ടത്താനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നിങ്ങളെ സ്വലാത്ത് നഗറിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രത്യേക ദുആ സമ്മേളനങ്ങളും നടത്തിയിട്ടില്ലേ ഹുസൈൻ രണ്ടത്താനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ടോ ആ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വയസ്സായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അച്ചങ്ങായിനെ വെച്ച് വേറെ കള്ളക്കഥ. എന്ത്? കുണ്ടൂർ ഉസ്താദ് പണ്ടെന്നെ ഹുസൈൻ രണ്ടത്താൻ ഒരിക്കൽ കണ്ടപ്പോ MP എന്ന് വിളിച്ചിട്ടുണ്ട് അത്രേ. അതുകൊണ്ട് ഇതോ ഈ ഇലക്ഷനോട് കൂടി ഹുസൈൻ രണ്ടത്താൻ MP ആകാൻ പോവുകയാണ്, കുണ്ടൂർ ഉസ്താദിന്റെ പ്രവചനം പുലരാൻ പോവുകയാണ് എന്നിട്ട് ഓരോ സ്ഥലത്തും ഒരു പ്രചരണം നടത്തി.
എന്നിട്ട് എന്തുണ്ടായുള്ളൂ? 82,000 ചില്ലാൻ വോട്ടിനാണ് E.T. മുഹമ്മദ് ബഷീർ ജയിച്ചത്. നിങ്ങളെ ആഹ്വാനങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ സദസ്സുകളും നിങ്ങളുടെ മലക്കളിറക്കലും നിങ്ങളുടെ ദ്വാസമ്മേളനങ്ങളും ഒന്നും ഫലം കണ്ടില്ല. ആ MP എന്നുള്ള വിളി മാത്രം ബാക്കിയായി. അക്കാലത്ത് ഞാൻ എഴുതിയിരുന്നു, ലേഖനം എഴുതിയിരുന്നു ഇതിനെക്കുറിച്ച്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, കുണ്ടൂർ ഉസ്താദിന്റെ വിളി ഒന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി, അതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ ഈ ഹുസൈൻ രണ്ടാത്താറിനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ജയിക്കണ വാർഡിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചിട്ട് MP ആയിക്കാളി. മെമ്പർ ഓഫ് പാർലമെന്റ് ആകില്ലെങ്കിലും മെമ്പർ ഓഫ് പഞ്ചായത്തെങ്കിലും ആകാലോ, അങ്ങനെയെങ്കിലും MP എന്ന് വിളിക്കാലോ, അങ്ങനെയെങ്കിലും ആ കുണ്ടൂർ ഉസ്താദിന്റെ വിളി നിങ്ങൾ സാക്ഷാത്കരിച്ച് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സംഗതി പാർലമെന്റിലേക്ക് മത്സരിച്ച ഒരാള് പിന്നീട് പഞ്ചായത്ത് മെമ്പറാകാൻ മത്സരിക്കുമ്പോ ബിരിയാണി ചെമ്പിൽ പൊടിയേരിക്കഞ്ഞുണ്ടാക്കിയ മാതിരിയാണെങ്കിലും ആ MP എന്നുള്ള വിളിയെങ്കിലും സാക്ഷാത്കരിക്കാലോ. നാണമുണ്ടോടോ കാന്തപുരം വിഭാഗമേ നിങ്ങൾക്ക്? കാന്തപുരത്ത് നാണുണ്ടോ? അയാളെ വാക്കും കേട്ടിട്ട് കലി തൊള്ളാനിറങ്ങിയ മൊല്ലമാർക്ക് നാണുണ്ടോ? നിങ്ങളെ കൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ ചെറുവിരലനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എത്ര അനുഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? എന്നിട്ട് നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ലേ? പിന്നെ നാണം കടാനായിട്ട് ഉളുപ്പ് കടാനായിട്ട് വീണ്ടും വീണ്ടും രംഗത്തേക്ക് ഇറങ്ങി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഭാഗം. സഹോദരങ്ങളെ, ഇവർക്ക് ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള കുടിപ്പക ഇന്നും നിലം തുടങ്ങിയതല്ല. ഇവിടുത്തെ തനി സംഖ്യകള് RSSകാർ മുസ്ലിം ലീഗിനെതിരെ വിഷം തുപ്പുന്നതിനേക്കാൾ കടുത്ത വിഷമാണ് ഇവന്മാർ മുസ്ലിം ലീഗിനെതിരെ തുപ്പാറുള്ളത്. വെറുതെ പറയില്ല. ഒരുത്തൻ പോലെ വായാടി പോലെ ഔദ്യോഗിക സ്റ്റേജിൽ വെച്ച് മുസ്ലിം ലീഗിനെ കുറിച്ച് പ്രസംഗിക്കുന്നതെന്ന് കേട്ടു നോക്കി. ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. മുസ്ലിം രാഷ്ട്രീയം സമുദായത്തോട് ചെയ്തതെന്ത് എന്ന വിഷയത്തിൽ മലപ്പുറം കോട്ടക്കലിലാണ് സമ്മേളനം നടന്നത്. മുസ്ലിം ലീഗ് എന്ന ആശയം തന്നെ മതേതര രാജ്യത്ത് അപകടമാണെന്നാണ് ഇതിൽ SSF നേതാക്കൾ ഉന്നയിച്ച വാദം. ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹിന്ദു ലീഗ് ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലീഗ് ഉണ്ടായിക്കൂടാ എന്ന പ്രസക്തമായ ചർച്ചയിലേക്കാണ് SSF ഇത്തരത്തിലുള്ള ചർച്ചാ വേദികൾ തയ്യാറാക്കുക മുഖേന ബഹുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഇതാരാ ഈ പ്രസംഗിക്കണത്? ശശികലന്റെ കെട്ടിയോനല്ല, ശോഭാ സുരേന്ദ്രന്റെ ആങ്ങളല്ലേ ഈ പ്രസംഗിക്കണത്? ഈ കാന്തപുരത്തിന്റെ കുഞ്ഞാടുകൾ പ്രസംഗിക്കണത് മുസ്ലിം ലീഗ് എന്ന ആശയം തന്നെ മതേതര രാജ്യത്ത് അപകടമാണ്. എന്തുകൊണ്ട് ഒരു ഹിന്ദു ലീഗ് ഉണ്ടാക്കിക്കൂടാ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലീഗ് ഉണ്ടാക്കിക്കൂടാ? ഇവിടെ ഇവിടുത്തെ സംഖ്യകളല്ലേ ഇങ്ങനത്തെ വർത്താനം പറല്? നിങ്ങൾക്ക് ആരോടാണ് കൂറ്? നിങ്ങൾ ആരോടാ കൂറ് കാണിക്കണത്? മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം പോലും വലിയ അപകടമാണ്, സംഖ്യകളെ കാട്ടിയ അപകടമാണ്. ഈ പറയുന്ന ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്ന ഇവിടുത്തെ സംഖ്യകൾക്കെതിരെ ഒരു മുന്നുവരെ വാ തുറന്നിട്ടുണ്ടോ? മാത്രല്ല, ഗുജറാത്ത് കലാപം പോലും ഞാൻ അറിയില്ല എന്നാ മൂത്തമല്ല കാന്തപുരം പറഞ്ഞത്. അവരാണ് ഇവിടെ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ നടക്കുന്നത്. മനസ്സിലായോ? ചാതിയന്മാർ, വഞ്ചകന്മാർ, ചേക്കുട്ടി പോലീസിന്റെ പിൻഗാമികളാണ് ഇവന്മാര്. ഇവറ്റകളെ പറഞ്ഞിട്ട് എന്തോടോ കാര്യം? ഉസ്താദ് നിന്ന് മൂത്രയിക്കണ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ മരങ്കേറി മൂത്രയിക്കുന്നില്ല ചൊല്ല്. ഇവിടുത്തെ ഈ കടുത്ത ലീഗ് വിരോധം അണികൾക്കിടയിൽ അയച്ചുവിട്ടതാരാണ്? മൂത്തമല്ലാക്ക കാന്തപുര അബൂബക്കർ വല്ലാക്ക തന്നെയാണ്. അയാൾ പറട്ടെ. ഇവിടെ നടന്ന കൊലപാതകം, മഞ്ചേരിയിൽ നടന്ന കൊലപാതകം, കണ്ണൂരിൽ നടന്ന പള്ളി ആക്രമം, മദ്രസ തീവെപ്പ്, ഇതിലെല്ലാം അക്രമികളെ സഹായിക്കാനാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിച്ചു കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തില്ലാത്തത് കൊണ്ട് പറയുന്നു. ഏറ്റവും വലിയ നേതൃത്വം പാണക്കാട് തങ്ങളാണ്. അദ്ദേഹം പറയണം, ഇവിടെ നിങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ കൊലപാതക സംഘടനാ പ്രവർത്തനത്തിലേക്കോ പോകാൻ പാടില്ല. അപ്പൊ ഇവിടെ നടന്ന കൊലപാതകം, മഞ്ചേരി നടന്ന കൊലപാതകം, കണ്ണൂർ നടന്ന മദ്രസ തീവെപ്പ്, പിന്നെ മറ്റേ അക്രമം, മറിച്ചേ അക്രമം, എല്ലായിടത്തും ഈ അക്രമികളെ സഹായിക്കാനാണ് മുസ്ലിം ലീഗ് തയ്യാറായത്. ഞങ്ങൾ മഹാസാധുക്കളാണ്, ഞങ്ങൾ എവിടെ അക്രമം കാണിക്കലില്ല. എടോ, ഈ കാന്തപുരം വിഭാഗത്തിന്റെ ജാരസന്തതികളായ ടൈഗർ സുന്നി, ജമിയത്തുൽ ഇസാനിയ എത്ര കൊലപാതകം നടത്തിയിട്ടുണ്ട് കേരളത്തില്, അല്ലേ? ഇതൊക്കെ തലക്കെന്ന് ഞങ്ങൾ മാന്താൻ തുടങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾ തലയെ കെട്ടി ഉരിക്കാണ്ട് അരി കെട്ടി നടക്കേണ്ടി വരും. നിങ്ങൾ വലിയ പുണ്യാളന്മാര്, നിങ്ങൾ ഇവിടെ കൊലപാതകം നടത്തിയിട്ടില്ല, നിങ്ങൾ അക്രമം നടത്തിയിട്ടില്ല. എടോ, ഈ കേരളത്തിൽ സമസ്തന്റെ അടിയിൽ ശാന്തമായി സ്വസ്ഥമായി മുന്നോട്ട് പോയിരുന്ന മഹല്ലുകളിൽ സമസ്തയെ പുലർത്തി അവിടെ അക്രമവും കലാപവും കുത്തിത്തിരിപ്പും കുഴപ്പവും ഉണ്ടാക്കി അടിയും ബഹളവും വക്കാനവും ചേരിത്തിരിവും കുടുംബ വഴക്കും ഭിന്നിപ്പും എല്ലാം ഉണ്ടാക്കിയത് നിങ്ങളൊരു പാർട്ടിയല്ല ഇവിടെ സമസ്തന്റെ അടിയിൽ. എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്? എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയണേ.
അങ്ങനെ ലീഗ് എന്ന് പറഞ്ഞ ഈ സാധനം അക്രമവും അനീതിയും അരാജകത്വവും മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു നിൽക്കും ഓലിറ്റ് നമുക്ക് യോജിച്ചു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ ഈ കാക്ക പിന്നീട് UDF ശക്തമായി അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോ നേരെ തിരിഞ്ഞു മറിഞ്ഞിട്ട് താനി ഓന്തിനെ പോലെ നിറം മാറിയിട്ട് നേരെ തല കുത്തനെ പറയും. നിങ്ങൾ കേട്ടോളി. 24 സീറ്റിൽ മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു, ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ, കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയവും അതിലില്ല. കണ്ടില്ലേ മൊല്ലാക്ക കാരണം പറയണത്? ഇതാണ് ഈ സാധനം. ഓന്ത് മാറി നിൽക്കും ഇയാളെ മുമ്പിൽ. ഇയാൾ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സമസ്ത വളർന്നതിന് ശേഷം, കാന്തപുരം വിഭാഗം രംഗത്ത് വന്നതിന് ശേഷം കാന്തപുരം വിഭാഗത്തിനോട് ദ്രോഹമല്ലാത്തതൊന്നും ചെയ്തിട്ടില്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഇയാള് 2011 തെരഞ്ഞെടുപ്പിൽ ലീഗിന് 24 സീറ്റിൽ മത്സരിച്ച് 20 സീറ്റിൽ ജയിച്ചു. അങ്ങനെ UDF അധികാരത്തിൽ വന്നപ്പോ ഇയാൾ നേരെ തല കുത്തനെ മറിഞ്ഞിട്ട് പറയാണ് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ലീഗ് ജയിച്ചത്. അപ്പൊ അവതാരകം വേണു അയാൾക്ക് തന്നെ ഒരു ചിരി. അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ലീഗ് ജയിക്കുന്നല്ല? ഇല്ല, ഞങ്ങളെങ്ങാനും സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങൾ പരസ്യമായി അവരെ എതിർത്തിരുന്നുവെങ്കിൽ 2-3 സീറ്റിൽ ലീഗ് ഒതുങ്ങുമായിരുന്നു. എടോ കാക്ക, നിങ്ങൾ എത്ര പരസ്യമായിട്ട് എത്രയൊക്കെ ഇലക്ഷനിൽ പരസ്യമായിട്ട് ലീഗിനെ എതിർത്തിട്ടുണ്ട്? എവിടെയെങ്കിലും നിങ്ങൾക്ക് ലീഗിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എതിർത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങളെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്ര പരസ്യമായി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്? നിങ്ങൾക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഞ്ചേരി പണ്ടെന്നോ ഒരു ചക്ക വീണപ്പോൾ ഒരു മൊയിൽ ചത്തു. അത് ലീഗിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട്, അമിതമായ ആത്മവിശ്വാസം കൊണ്ട് എതിരാളികളെ നിസ്സാരവൽക്കരിച്ചപ്പോൾ ഉണ്ടായ അട്ടിമറിയാണ്, അല്ലാതെ നിങ്ങളെ ഗുണം കൊണ്ടൊന്നല്ല. അന്ന് TKMs ആണ് ജയിച്ചപ്പോ അതോ ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ രംഗത്ത് വന്നു. അതല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരസ്യമായി എതിർത്ത സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ, നിങ്ങൾ പരസ്യമായി പിന്തുണച്ച സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ ഒരെണ്ണത്തിന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ബടായി പറയേ. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ സഹോദരങ്ങളെ ഈ തെരഞ്ഞെടുപ്പ്? ഒരു പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കുന്നുള്ളത്. അത് അപ്പുറത്ത് LDF നേതാക്കളും പറഞ്ഞില്ലേ കാന്തപുരം, ആ പറഞ്ഞതിന്റെ അർത്ഥം LDF സഹായിക്കുമെന്നാണ്. കാന്തപുരം വിഭാഗത്തിന്റെ 100% വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചരിത്രത്തിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധം എല്ലാ മൂർഖൻ പാമ്പുകളെയും വിഷജന്തുക്കളെയും അകറ്റി നിർത്തിയിട്ടും ഇവിടെ UDF ശക്തമായ തേരോട്ടം നടത്തി ശക്തമായ വിജയമാണ് നേടിയത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. നിങ്ങളെ കാന്തപുരം ഒന്ന് പറഞ്ഞാൽ, ഒരു ആഹ്വാനം ചെയ്താൽ അത് നെഞ്ചിലേറ്റി ചുമലിലേറ്റി കാന്തപുരം കാര്യന്തോർ മർക്കസിലിരുന്ന് ഒരു ചരടങ്ങ് വലിച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുലുങ്ങുന്നാളങ്ങളെ ബടായി. എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ ഇലക്ഷനിൽ? മാത്രല്ല കാന്തപുരത്തിന്റെ സപ്പോർട്ടാരാ? കാന്തപുരത്തിന്റെ എടംപുരം നടന്ന് നിയന്ത്രിക്കുന്നത് ആരാ? മറ്റേ ചങ്ങായിണ്ടല്ല മാനസിക രോഗി മടവൂര്. അയാൾ കാന്തപുരത്തിനോട് മുമ്പങ്ങോ പറഞ്ഞിട്ടുണ്ട് അത്രേ, നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടെ, നിങ്ങളെല്ലാ വിജയത്തിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. കേട്ടോളി. ഒരിക്കൽ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഷെഹുന കാന്തപുര ഉസ്താദ് സുൽത്താനുലമ്മ ആ റൂമിലുണ്ട്. ഉപ്പാൻ്റെ അടുത്ത് ഞാൻ വാതിലടച്ചു. തൊട്ടടുത്തൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു എക്സ്റേ എന്തോ ഉണ്ട്. അങ്ങനെ കുറച്ചപ്പോൾ നേരെ ഒരു 3 പേരും കൂടി ഷെഹുനാൻ്റെ അടുത്തേക്ക് മുകളിലേക്ക് കയറിപ്പോയി. കയറി ചെന്നപ്പോൾ പിന്നെ മമ്മൂട്ടിക്ക് ഒരു സിഗരറ്റ് തീക്കൊളുത്തി മറ്റേ അപ്പുറത്ത് വന്നു. പിന്നെ കുറച്ച് 1.25 മണിക്കൂർ ആരും വിടാനും കഴിയില്ല. ജനങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഉസ്താദ് വന്നാൽ അങ്ങനെ ഉസ്താദ് എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഷെഹുന ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഡോറിൻ്റെ ആ ചെറിയ ഇതിൽ കൂടെ ഇങ്ങനെ ഞാൻ കാണാം. ഷെഹുന എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഷെഹുന ഉസ്താദിൻ്റെ ഇവിടെ നെഞ്ചിൽ തൊട്ടുന്ന എൻ്റെ എപ്പോഴും ഓർമ്മയല്ലേ. ഏതായാലും സമാധാനമൊക്കെ പറഞ്ഞ് നോക്കൂ, നിങ്ങൾ എവിടെ പോയില്ല, അവിടെ ഞാനുണ്ട് കേട്ടോ എന്ന് ഒരു വാക്ക് ഷെഹുന ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധയിലുണ്ടാവണം. അപ്പൊ കാന്തപുരത്തിനോട് മടവൂർ എന്ന മാനസിക രോഗി പറഞ്ഞിട്ടുണ്ട് എത്ര, എന്ത് നെഞ്ചത്തിങ്ങനെ തൊട്ടിട്ട് നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങൾ പേടിച്ചണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര. ഇതിന് ഉപരി പറയാ അത് നമ്മൾ ശ്രദ്ധിക്കണം. എവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചെന്താ കാര്യം? മടവൂർ ശ്രദ്ധിക്കണ്ടേ? എവിടെ പോയാലും കാന്തപുരത്തിനെ പരാജയപ്പെടുത്തൂല എന്നല്ലേ മൂപ്പര വാഗ്ദാനം.
എന്നിട്ട് എന്ത് സംഭവിച്ചു? ഏതെങ്കിലും രംഗത്ത്, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാന്തപുരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഈ മടവൂരിന്റെ പിന്തുണ ഉണ്ടായിട്ട്? ഇതങ്ങനെ തള്ളിവിടന്നെ. ഒരു മാനസിക രോഗി പറയുന്നത് വേറൊരു മുസ്ലിയാരെ അനുസരിക്കുന്നു, അത് കേട്ട് വേറെ കുറെ പൊട്ടന്മാരിങ്ങനെ പാടി പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ എന്താ അതിലൊക്കെ കഥയും കഴിയുമ്പോഴുള്ളത്? മടവൂര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെ പോയാലും പരാജയപ്പെടൂലട്ടാ, ഞാൻ ഉണ്ടാവും നിങ്ങളെ കൂടട്ടാ. നിസ്സാരക്കാരനല്ല. ഏത് മടവൂരായി പറയുന്നത്? ആലം 18,000 നിയന്ത്രിക്കുന്ന മടവൂര്, അള്ളാഹുവിന്റെ സിംഹാസനമായ കുർസിയും അത് താങ്ങി നിർത്തുന്ന അർശും നിയന്ത്രിക്കുന്ന മടവൂര്, മലക്കുകളെ പോലും നിയന്ത്രിക്കുന്ന മടവൂര്, പ്രപഞ്ചത്തിന്റെ ഏത് മൂലയിലും മടവൂരറിയാതൊരു ഇല പോലും അനങ്ങില്ല എന്ന് പറയുന്ന മടവൂര്. ആ മടവൂരാണ് കാന്തപുരത്തിനോട് ഇത് പറഞ്ഞത്. ഇനി അതൊക്കെ ആത്മീയമായ നിയന്ത്രണങ്ങളാണെന്ന് പറഞ്ഞ് കഴിച്ചിലാകണ്ട. ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്തെ ഉരുക്കുവനിതയായിരുന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ പോലും ഭരണരംഗത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞ മടവൂര്. ആ മടവൂരിന് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ ഒരു മുന്നണിനെ തോൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ മടവൂരിന്റെ കറാമത്തിന്റെ ബാറ്ററിന്റെ ചാർജ് തീർന്നോ മല്ലമാരെ? പറയൂ. ഇന്ദിരാഗാന്ധിയെ അടക്കം സ്ഥാനഭ്രഷ്ടയാക്കിയ മടവൂര് കേട്ടോളി. വല്ലാത്താണ്. ഏത് പ്രശ്നമായാലും റസീവർ മൊയ്തീൻരാജ് ഒന്നും പറഞ്ഞല്ല, നമ്മളിപ്പോൾ ഭരിക്കുന്നത് പെണ്ണാണല്ലോ എന്ന് പറഞ്ഞു. അവളെ ഞാൻ പ്രധാനമന്ത്രിയാക്കില്ല, പോകാതെ പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്ന് പ്രധാനമന്ത്രിയായി തുടരാൻ ഇന്ദിരയ്ക്ക് പാടില്ല എന്ന് മൊറാർജി പ്രധാനമന്ത്രിയായി. മൂപ്പരെന്താ പറയുന്നത്? അതാണ് ലോകത്ത് അതേനെ ചരിത്രം. കേട്ടില്ലേ? ഇതാണ് മടവൂര്. സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ പോലും പ്രധാനമന്ത്രി പദത്തിൽ നിന്നും വലിച്ചു താഴെ ഇറക്കിയ മടവൂര്. ഏത് ഇന്ദിരാഗാന്ധി? ആ കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷ് നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിമാരിൽ ഒരേ ഒരു ആൺകുട്ടിയെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയെ വരെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും വലിച്ചു താഴെ ഇറക്കിയ മടവൂര്. ആ മടവൂരിന്റെ കാവലും കാക്കലും പിന്തുണയും എല്ലാ സമയത്തും കാന്തപുരം എവിടെ പോയാലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ബടായി പറഞ്ഞു തന്നിട്ട് ആ കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന സംഘടന, ആ സംഘടനയുടെ പ്രവർത്തകരും കാന്തപുരം മുസ്ലിയാരും ഈ രാജ്യമൊന്നാകെ കൊമ്പുകുലുക്കി നടന്നിട്ടും അട്ടഹസിച്ച് നടന്നിട്ടും അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കെട്ടിപ്പടുത്ത, നിങ്ങൾ ഊതി വീർപ്പിച്ച ഈ കള്ളക്കറാമത്ത് കഥകളും പോരിശകളും അത് വെറും നീർക്കുമിളകൾ മാത്രമാണെന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പും. ഇവര് ഓരോ നേതാക്കന്മാരും പണ്ഡിതന്മാരും പല ഔലിയാക്കൾ എന്ന് പറയുന്ന പിരാന്തന്മാരും കറാമത്ത് കൊണ്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഇവരെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല. എല്ലാം വല നിയന്ത്രണത്തിലാണ്. ഇവരെന്ത് വിചാരിക്കുന്നു അത് അതുപോലെ തന്നെ ഔലിയാക്കളെ നടത്തി കൊടുക്കുന്നതാണ് വല ഗീർവാണ പ്രസംഗങ്ങളും മുഴുവനും. എന്നിട്ടോ ഒരു പഞ്ചായത്തിലൊരു സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ പോലും കെൽപ്പ് ഇവർക്കുമില്ല, ഇവർ ഔലിയാക്കൾക്കില്ല. ഇങ്ങനെ ഓരോ പ്രസംഗത്തിൽ അറിയാതെ യാഥാർത്ഥ്യങ്ങൾ വന്നുപോകുമ്പോൾ തൊള്ളിയതെന്ത്? നമ്മളെ കൊണ്ടൊന്നും കഴിയൂല, നമ്മൾ ഔലിയാക്കളെ കൊണ്ടൊന്നും കഴിയൂലെന്ന് ഇവരൊരു ഗീർവാണ പ്രാസംഗികണ്ട്. മറ്റേ അക്കീമിന്റെ അളിയാനാ തോന്നുന്നുണ്ട്, കൗസർ സക്കാഫിയുടെ ചങ്ങായി, ഒരു ബറായി മാത്രം പറഞ്ഞ ചങ്ങായി. ആ ചങ്ങായി എന്ന് പറഞ്ഞു കേട്ടോളി. ഡൽഹിയിലിരുന്ന് 2 ദിനോസറുകൾ ഞങ്ങളെ പുഴുങ്ങി തിന്നാൻ നിയമമുണ്ടാക്കുമ്പോൾ ഒന്നിടപെടാൻ ആരാട്? തിരുവനന്തപുരത്തും കോമാളിക്കളിയാണ്. ആരിഫ് അങ്ങോട്ടും ജാഹിൽ ഇങ്ങോട്ടും. അവിടെ ചോനെ ഇടപെടാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തണ്ടോ തൻ്റെ ഇടോ ഉണ്ടോ? എന്താ പോനാ പറഞ്ഞത്? ഡൽഹിയിൽ നിന്നും 2 ദിനോസറുകൾ നമ്മ വിഴുങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ, ഏതാ 2 ദിനോസർ? ഒന്ന് മോഡിയും മറ്റേത് അമിത്ഷയും. ഈ 2 ദിനോസറുകൾ നമ്മ വിഴുങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ആരാണ് നമുക്കുള്ളത്? എടോ, നിങ്ങൾക്ക് അജ്മീർ ഖാജല്ലേ ഇവിടൊക്കെ നിയന്ത്രിക്കലേ? നിങ്ങൾക്ക് മടവൂരില്ലേ? നിങ്ങൾക്ക് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വരെ തീർക്കാൻ കൽപ്പുള്ള കാന്തപുരല്ലേ? നിങ്ങൾക്ക് വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ഔലിയാക്കൾ എന്ന് പറയുന്ന 100 എണ്ണങ്ങളെ പോക്കറ്റില് ട്രൗസറിന്റെ പോക്കറ്റിട്ട് കൊണ്ടിറക്കണില്ലേ? എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പദം പറഞ്ഞു കരല. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നുമില്ല. എവിടെ പോയാലും കാന്തപുരത്തിനെ ഞാൻ സംരക്ഷിക്കും. ജീവിതകാലത്തും മരണശേഷവും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മടവൂരാണ് എന്ന് സാക്ഷാൽ കാന്തപുരം തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അസുഖങ്ങളും മടവൂര് മാറ്റിക്കൊടുക്കും. മൂലക്കുരു മുതൽ മുഖക്കുരു വരെയുള്ള, അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള, കുഴിനകം മുതൽ കഷണ്ടി വരെയുള്ള സകലമായ അസുഖങ്ങളും മാറ്റിക്കൊടുക്കുന്ന മടവൂർ. ആ മടവൂരിന്റെ ഏറ്റവും ഉത്തമദാസനായ കാന്തപുരം. ആ കാന്തപുരത്തിന് ഒരു അസുഖം ഉണ്ടായപ്പോ മുജാഹിദിന്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി കിടന്ന് അല്ലേ 2 മാസം അങ്ങോട്ടോ അല്ലാതെ ചക്രശ്വാസം വലിക്കായിരുന്നു. എന്നിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ തയ്യായിട്ട് വിദേശത്തുള്ള ഡോക്ടർമാരെ ടെലികോൺഫറൻസ് വഴി ചികിത്സിച്ചിട്ടാണ് ഈ ചങ്ങായി പുറത്തിറങ്ങിയത്. എവിടെയായിരുന്നു നിങ്ങളെ മടവൂര്? എവിടെ നിങ്ങൾ ഔലിയാക്കള്? എവിടെയായിരുന്നു വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന നിങ്ങളുടെ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായ ഔലിയാക്കൾ എവിടെയായിരുന്നു? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. എന്നിട്ട് ബടായും പറഞ്ഞ് നടക്കുക, ഞങ്ങളാണ് ഇവരൊക്കെ നിയന്ത്രിക്കുന്നത്. ഇലക്ഷനിൽ തോൽപ്പിക്കുന്നതും ജയിപ്പിക്കുന്നതും സ്ഥാനാർത്ഥിയാക്കുന്നതും മന്ത്രിയാക്കുന്നതും പ്രധാനമന്ത്രിയാക്കുന്നതും പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിടുന്നതും ഞങ്ങൾ ഔലിയാക്കളാണ്.
ഞങ്ങളൊന്ന് ചരട് പിടിച്ച് കുലുക്കിയോൽ മൊത്തം കുലുങ്ങുന്നിങ്ങനെ ബടായി പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ? വീണ്ടും വീണ്ടും ചോദിക്കാണ്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് അവസാനമായി പറയാനുള്ളത്, നിങ്ങൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ഇനിയും കാന്തപുരത്തെ പോയി കാണണം. കണ്ടിട്ട് നിങ്ങൾ പറയേണ്ട വർത്താനം ഞങ്ങൾക്ക് പിന്തുണ തരണം എന്നല്ല, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങൾ പരസ്യമായി പിന്തുണ തരരുത്. നിങ്ങൾ വാങ്ങിച്ച് സ്വകാര്യമായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളി, എന്നാലും പരസ്യമായി ഞങ്ങൾ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തോൽക്കും. നിങ്ങൾ വാങ്ങിച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. കാരണം ഇച്ചങ്ങായി ഇയാൾ അനുയായികളും ആരൊക്കെ തോൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ജയിച്ചിട്ടുണ്ട്, ആരൊക്കെ ജയിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ തോറ്റിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയവുമായി തൽക്കാലം പറയാനുള്ളത് എത്രയാണ്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മതരംഗത്തും ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമുള്ള പിന്തിരിപ്പൻ ആശയമുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കാന്തപുരം വിഭാഗം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പ്രസ്ഥാനക്കാര്. അത് എന്നോ തിരിച്ചറിഞ്ഞവരാണ് ഇവിടുത്തെ സലഫികൾ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവരുടെ കാപ്പട്യം തിരിച്ചറിഞ്ഞാൽ, മനസ്സിലാക്കി അകറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അതല്ല ഇവരെ വാക്കുമണിക്കാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഇതുവരെയുള്ള അനുഭവത്തിൽ നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ പാഠം പഠിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ വിഷയമായി തൽക്കാലം പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.